ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ബന്ധപ്പെട്ട കളക്ടർമാർ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തായിരുന്നു തയ്യാറെടുപ്പുകൾ വിശദീകരിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024-നായുള്ള ആലപ്പുഴ ജില്ലയിലെ ഒരുക്കങ്ങൾ പൂർണ്ണമായതായി ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് IAS, ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2213, അതായത് 30% എക്സ്ട്രാ VVPAT മെഷീനുകൾ നമുക്ക് ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മുടെ കാൻഡിഡേറ്റ്സിന്റെ എണ്ണം ആലപ്പുഴയിൽ 11, അതോടൊപ്പം തന്നെ മാവേലിക്കരയിൽ 9 കാൻഡിഡേറ്റ്സ് ഉള്ളത്. നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ സെന്റേഴ്സ് 9 എണ്ണം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. 9 എണ്ണം ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാ LACയിലും ഓരോ ദിവസം ക്രമീകരിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ നമ്മൾ ഇപ്രാവശ്യത്തിൽ വൾണറബിലിറ്റി മാപ്പിംഗ് നടത്തിയത് നമ്മുടെ പോളിംഗ് സ്റ്റേഷന്റെ പുതിയൊരു വിലയിരുത്തൽ, പോലീസ് ഉൾപ്പെടെയുള്ള ഒരു ടീമിന്റെ വിലയിരുത്തലിനകത്ത് നമുക്ക് വൾണറബിൾ പോയിന്റ്സിൽ നമുക്ക് ബൂത്തുകളില്ല. നമുക്കുള്ളത് ക്രിട്ടിക്കൽ പോളിംഗ് സ്റ്റേഷനിലാണ് 39 എണ്ണം. സെൻസിറ്റീവ് പോളിംഗ് സ്റ്റേഷനുകൾ നമുക്ക് 151 എണ്ണം. കേന്ദ്രസേന 3 ആഴ്ചയായിട്ടുണ്ട്. അപ്പം അവരുടെ കൂടെ റൂട്ട് മാർച്ചുകൾ പല സ്ഥലങ്ങളിൽ നമ്മൾ വൾണറബിൾ ആയിട്ട് ഐഡന്റിഫൈ ചെയ്തേക്കുന്ന സ്ഥലങ്ങളിലും അല്ലാത്ത സ്ഥലങ്ങളിലും ഒരു 50-ൽ പരം റൂട്ട് മാർച്ചുകൾ നമ്മളിപ്പോൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈസൻസ്ഡ് ആംസ് ഉള്ള ആൾക്കാർ അവരുടെ എക്സംഷൻ കിട്ടാത്ത എല്ലാവരുടെയും തന്നെ ആംസ് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞു ജില്ലയിൽ. ഇനി അടുത്ത ദിവസങ്ങളിൽ വരുന്ന നാളത്തെ കൊട്ടിക്കലാശവും അതേപോലെ തന്നെ ഇലക്ഷൻ്റെ പ്രീ പോൾ ഡേയും പോൾ ഡേയിലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് എല്ലാ പ്രിപ്പറേഷൻസും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതാണ്. ഏപ്രിൽ 26-ന് രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ്. ആലപ്പുഴ, മാവേലിക്കര ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പോളിംഗിന് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും ജില്ലാ തെരഞ്ഞെടുപ്പ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ അരൂർ, ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ, ഹരിപ്പാട്, കായംകുളം, കരുനാഗപ്പള്ളി എന്നിങ്ങനെ മണ്ഡലങ്ങളും, മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ ചങ്ങനാശ്ശേരി, കുട്ടനാട്, മാവേലിക്കര, ചെങ്ങന്നൂർ, കുന്നത്തൂർ, കൊട്ടാരക്കര, പത്തനാപുരം എന്നിങ്ങനെ മണ്ഡലങ്ങളുമാണുള്ളത്. ആലപ്പുഴ മണ്ഡലത്തിൽ 11 സ്ഥാനാർത്ഥികളും മാവേലിക്കര മണ്ഡലത്തിൽ 9 സ്ഥാനാർത്ഥികളുമാണ് മത്സരിക്കുന്നത്. ഏപ്രിൽ 26-ന് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കോട്ടയം ലോക്സഭാ മണ്ഡലം സജ്ജമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ വരണാധികാരിയുമായ ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരിയും ജില്ലാ പോലീസ് മേധാവി K. കാർത്തിക്കും അറിയിച്ചു. സുതാര്യവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും വാർത്താ സമ്മേളനത്തിൽ അവർ പറഞ്ഞു. 14 സ്ഥാനാർത്ഥികളാണ് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരരംഗത്തുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനും നിർഭയമായി സമ്മതിദാന അവകാശം ഉറപ്പുവരുത്തുന്നതിനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൊതുനിരീക്ഷകരെയും ചെലവ് നിരീക്ഷകനെയും പോലീസ് നിരീക്ഷകനെയും നിയോഗിച്ചിട്ടുണ്ട്. ഹരിതചട്ടം പാലിച്ചാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. വോട്ടെടുപ്പിനുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഏപ്രിൽ 25-ന് രാവിലെ 8 മുതൽ ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിലെ സ്വീകരണ വിതരണ കേന്ദ്രങ്ങളിൽ ആരംഭിക്കും. കേരളം ലോക്സഭയിൽ തെരഞ്ഞെടുപ്പ് ചരിത്രം 1952-2019 എന്ന തെരഞ്ഞെടുപ്പ് ഗൈഡിന്റെ പത്തനംതിട്ട ജില്ലാതല പ്രകാശനം നടത്തി. കളക്ടർ S. പ്രേംകൃഷ്ണൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് പ്രസിദ്ധീകരിച്ച കേരളം ലോക്സഭയിൽ തെരഞ്ഞെടുപ്പ് ചരിത്രം 1952-2019 എന്ന തെരഞ്ഞെടുപ്പ് ഗൈഡിന്റെ പത്തനംതിട്ട ജില്ലാതല പ്രകാശനം വരണാധികാരിയും ജില്ലാ കളക്ടറുമായ S. പ്രേംകൃഷ്ണൻ നിർവഹിച്ചു. ആദ്യ കോപ്പി ADM G. സുരേഷ് ബാബു ഏറ്റുവാങ്ങി. (1952 മുതൽ 2019 വരെയുള്ള കാലഘട്ടത്തിൽ ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളിലെ വോട്ടിംഗ് രീതി വ്യക്തമാക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഗൈഡ്. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച അടിസ്ഥാന വിവരങ്ങൾ, തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ചരിത്രം, സംസ്ഥാനങ്ങളിലെ സീറ്റ് വിവരങ്ങൾ, ബാലറ്റിൽ നിന്നും EVM-ലേക്കുള്ള മാറ്റത്തിന്റെ ചരിത്രം, തെരഞ്ഞെടുപ്പിലെ മുഖ്യമന്ത്രിമാർ, മത്സരിച്ചിട്ടുള്ള സാഹിത്യ പ്രതിഭകൾ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിവിധ ആപ്പുകളുടെ പരിചയപ്പെടുത്തൽ തുടങ്ങിയ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള റഫറൻസ് ഗ്രന്ഥമാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടന്ന ചടങ്ങിൽ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ ശ്രീ പത്മചന്ദ്രക്കുറുപ്പ്, ജില്ലാ ഫിനാൻസ് ഓഫീസർ K. അനിൽകുമാർ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ S. സന്തോഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. വോട്ടെടുപ്പിൽ ബഹുജന പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനായി ആലപ്പുഴയിലെ വോട്ടർ ബോധവൽക്കരണ പരിപാടിയായ സ്വീപ്പിന്റെയും പോലീസ് വകുപ്പിന്റെയും നേതൃത്വത്തിൽ സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. 40ഓളം സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളാണ് റാലിയിൽ പങ്കെടുത്തത്. ആലപ്പുഴ വിജയ പാർക്കിൽ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് KL സജിമോൻ റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. വിജയ പാർക്കിൽ നിന്നും ആരംഭിച്ച റാലി നഗരം ചുറ്റി കളക്ട്രേറ്റിൽ സമാപിച്ചു. 40 വിദ്യാർത്ഥികളാണ് റാലിയിൽ പങ്കെടുത്തത്. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് അസിസ്റ്റന്റ് ജില്ലാ നോഡൽ ഓഫീസർ അസലാം, സബ് ഇൻസ്പെക്ടർ രാജേഷ്,
അധ്യാപിക ശ്രീജ, LSGD അസിസ്റ്റന്റ് ഡയറക്ടർ GP ശ്രീജിത്ത് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ഇലക്ഷന് ഒരു കയ്യൊപ്പ് സിഗ്നേച്ചർ ക്യാമ്പയിൻ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലും സംഘടിപ്പിച്ചു. ആലപ്പുഴ ജില്ലാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഭാഗമായ സ്വീപ്പിന്റെ ആഭിമുഖ്യത്തിൽ സിഗ്നേച്ചർ ക്യാമ്പയിൻ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലും നടത്തി. റെയിൽവേ ഡെപ്യൂട്ടി ചീഫ് കൊമേഴ്ഷ്യൽ മാനേജർ രാഖി ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. LSGD അസിസ്റ്റന്റ് ഡയറക്ടർ GP ശ്രീജിത്ത്, ജോയിന്റ് BDO ഹരികുമാർ, CP ജോസഫ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ആലപ്പുഴ ആഘോഷിക്കും ജനാധിപത്യത്തിൻ്റെ ഉത്സവം എന്ന പേരിൽ കൂടുതൽ പേരെ വോട്ടെടുപ്പിൻ്റെ ഭാഗമാക്കാൻ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ് സ്വീപ്പ്. ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യൻ. കേരളത്തിന് വെളിയിൽ ഒന്നിച്ചു നിൽക്കുന്ന കോൺഗ്രസും ഇടതുപക്ഷവും ഇവിടെ പരസ്പരം കലഹിക്കുന്നത് ചക്കളത്തി പോരാട്ടമാണെന്നും അദ്ദേഹം പരിഹസിച്ചു. ആലപ്പുഴയിൽ വാർത്താസമ്മേളനം നടത്തിയായിരുന്നു ജോർജ് കുര്യൻ ഇന്ത്യ മുന്നണിക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി വളരെയേറെ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു കാരണം ഇന്ത്യ അലയൻസിൻ്റെ അഖിലേന്ത്യാ തലത്തിലും കേരളത്തിലുമുള്ള അവരുടെ തമ്മിലടിയും അലമ്പ് അലയൻസുമാണ്. കാരണം ഡൽഹിയിൽ നമ്മളെല്ലാം കാണുന്നതാണ്, രാഹുൽ ഗാന്ധിയുടെ ഇടത് സൈഡിൽ യെച്ചൂരിയും വലത് സൈഡിൽ D രാജയുമാണ്. അവിടെ എല്ലാവരും ഒരുമിച്ച് ഐക്യത്തോടു കൂടി നിലകൊള്ളുകയും ഇവിടെ വന്നതിന് ശേഷം തമ്മിലടിക്കുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ഒരു ചക്കളത്തി പോരാട്ടമാണ്, ജനങ്ങളെ കബളിപ്പിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു ഇന്ത്യ അലയൻസിന് നരേന്ദ്രമോദിയെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന്. മാത്രമല്ല അവരുടെ അടിപിടി നിങ്ങൾ കണ്ടതാണ്, ജാർഖണ്ഡിൽ അവർ പ്രകടനത്തിൽ തന്നെ അടിപിടിയാണ്. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിന് BJP ദേശീയ നേതൃത്വം വലിയ പ്രാധാന്യമാണ് കൽപ്പിച്ചിരിക്കുന്നതെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. പാർട്ടി ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാറും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അഖില കേരള കത്തോലിക്ക കോൺഗ്രസ് കായൽപ്പുറം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുട്ടനാട് താലൂക്ക് ഓഫീസ് പടിക്കൽ പ്രതിഷേധ ധർണ നടത്തി. പുളിങ്കുന്ന് പൊട്ടുമുപ്പത് ജംഗ്ഷനിൽ നിന്നും റാലിയായിട്ടായിരുന്നു AKCC പ്രവർത്തകർ സമരവേദിയിൽ എത്തിച്ചേർന്നത്. ക്രൈസ്തവരോടുള്ള സർക്കാർ അവഗണന അവസാനിപ്പിക്കുക. ജെബി കോശി കമ്മീഷൻ അടിയന്തരമായി നടപ്പിലാക്കുക. ദളിത് ക്രൈസ്തവരോടുള്ള അവഗണന അവസാനിപ്പിക്കുക. സംസ്ഥാനത്തെ ക്രൈസ്തവരുടെ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിച്ച JB കോശി കമ്മീഷൻ റിപ്പോർട്ട് അടിയന്തരമായി നടപ്പിലാക്കുക, കേരളത്തെ മദ്യാലയമാക്കി മാറ്റാനുള്ള സർക്കാരിൻ്റെ നടപടികൾ പിൻവലിക്കുക, ക്രൈസ്തവരോടുള്ള അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. പുളിങ്കുന്ന് ഫൊറോന വികാരി ഫാദർ ടോം പുത്തങ്കളം പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ക്രൈസ്തവ സമൂഹം തീരെ അവഗണിക്കപ്പെട്ടു പോകുന്നു. നമ്മൾ ഒട്ടും തന്നെ നമ്മൾ ആരുടെയും ഒരു വിഷയമാകുന്നില്ല. ഗവൺമെൻറ്റുകൾക്ക് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ഇല്ലാത്ത രീതിയിൽ നമ്മുടെ താല്പര്യങ്ങളോ നമ്മുടെ സംരക്ഷണമോ ഒന്നും തന്നെ ഒരു വിഷയമാകാത്ത രീതിയിൽ അവഗണിക്കപ്പെടുന്നു എന്നുള്ളത് എൻ്റെ പശ്ചാത്തലത്തിലാണ് ശ്രീ ആദരണീയനായ JB കോശി ഇവരുടെ നേതൃത്വത്തിലുള്ള കമ്മീഷന് സ്ഥാപിക്കപ്പെടുകയും അന്വേഷിക്കുകയും ഒക്കെ ചെയ്തു. ഇപ്പോൾ അതിൻ്റെ തീരുമാനങ്ങളും നിഗമനങ്ങളും ഒക്കെ ഗവൺമെൻറ്റിന് സമർപ്പിച്ചിട്ട് മാസങ്ങളും വർഷങ്ങളും കഴിയുമ്പോഴും ഒന്നും ഒരു തീരുമാനമാവുകയോ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരികയോ ചെയ്യാതിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമ്മൾ പഠിച്ചാലും അധ്വാനിച്ചാലും ജോലി കിട്ടാനുള്ള സാധ്യതയില്ല. നമുക്കിവിടെ ദേശത്ത് നിൽക്കാനായിട്ടുള്ള സാധ്യതയില്ല. നമ്മുടെ യുവജനങ്ങൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നവർക്ക് പോലും ഇവിടെ നിന്ന് എന്ത് ജോലി ലഭിക്കാൻ സാധിക്കും, എന്ത് പ്രതീക്ഷയാണുള്ളത്? ധർണാ യോഗത്തിൽ AKCC യൂണിറ്റ് ഡയറക്ടർ ഫാദർ അഗസ്റ്റിൻ പൊങ്കനാന്തടം അധ്യക്ഷനായിരുന്നു. പ്രസിഡന്റ് സോണിച്ചൻ ആന്റണി, സെക്രട്ടറി ടോം ജോസഫ്, സാബു കോയിപ്പള്ളി, എലിസബത്ത് തോമസ്, ലീന ജോഷി, ജോസ് ആക്കാത്തറ തുടങ്ങിയവർ സംസാരിച്ചു. മാവേലിക്കര ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് CA അരുൺകുമാറിന്റെ ഇലക്ഷൻ പ്രചരണാർത്ഥം LDF ചമ്പക്കുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാലിയും പൊതുസമ്മേളനവും നടത്തി.
ജനാധിപത്യ കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം സാജൻ സെബാസ്റ്റ്യൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. റാലിയായിട്ടായിരുന്നു പ്രവർത്തകർ സമ്മേളന നഗറിൽ എത്തിച്ചേർന്നത്. ജി രാമചന്ദ്രൻ റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. തുടർന്നായിരുന്നു സമ്മേളനം. ഉത്തരവാദിത്തമില്ലായ്മയ്ക്കെതിരെ ഇന്ത്യയുടെ ലോകമെമ്പാടും അത്ഭുതകരമായി അവർ ചിന്തിച്ചുകൊണ്ടിരുന്ന ലാഭേച്ഛ ഇല്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മുഴുവൻ ഓഹരികളും വിൽക്കുവാൻ തീരുമാനിച്ചു. നരസിംഹറാവിന്റെ സർക്കാരാണ് തീരുമാനമെടുത്ത്. അന്ന് മൻമോഹൻ സിംഗ് അവിടുത്തെ ധനകാര്യമന്ത്രിയായിരുന്നു. ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം എന്ന ഓമന പേരിട്ട് പഞ്ചസാരയിൽ പൊതിഞ്ഞ വിഷം ഈ ഇന്ത്യയിലെ ജനങ്ങളിലേക്ക് തന്നു. ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തകർച്ച അവിടെ പൂർണ്ണമാകുകയായിരുന്നു. പ്രിയമുള്ളവരെ, ചേട്ടൻ അനിയൻ കോന്നക്കുറുപ്പ് എന്ന് പറഞ്ഞതുപോലെ BJP അതിനേക്കാൾ വലിയ ദേശഭക്തി കാണിക്കുന്നത്, രാജ്യഭക്തി കാണിക്കുന്ന എന്നുള്ള പറയുന്ന രീതിയിൽ അവരിന്ന് എല്ലാം വിറ്റഴിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തില് നമുക്കൊരു തിരുവനന്തപുരത്ത് ഒരു വിമാനത്താവളം, നമ്മുടെ വിമാനത്താവളത്തിന്റെ പുനരേകീകരണം നടന്നപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ അദാനിയെ ഏൽപ്പിക്കാൻ പോകുന്നു. സർക്കാരിന് ഈ ടെൻഡറിൽ പങ്കെടുക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വ്യവസ്ഥകൾ ഉൾച്ചേർത്തുകൊണ്ട് ഈ തിരുവനന്തപുരം വിമാനത്താവളം അദാനിക്ക് കൊടുത്തു. HPCL എന്ന് പറയുന്ന വലിയ കമ്പനി 56,000 കോടി രൂപയുടെ ആസ്തിയുള്ള കമ്പനിയാണ്. അവ മുഴുവൻ കിട്ടിയെഴുതി. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഇന്ത്യൻ റെയിൽവേയിൽ ഇന്ന് 4 ലക്ഷത്തിലധികം ഒഴിവുകൾ നികത്തുവാൻ പറ്റാത്ത രീതിയിൽ ഇന്ത്യൻ റെയിൽവേ തകർത്തു കഴിഞ്ഞിരിക്കുന്നു. സമ്മേളനത്തിൽ CPIM ഏരിയ കമ്മിറ്റി അംഗം P. സജിമോൻ അധ്യക്ഷനായിരുന്നു. നേതാക്കളായ KG അരുൺകുമാർ, തോമസ് ജോസഫ്, ബീലാലി, MS ശ്രീകാന്ത്, TG ജലജകുമാരി, KP അഭിലാഷ് തുടങ്ങിയവർ സംസാരിച്ചു. മാവേലിക്കര പാർലമെന്റ് മണ്ഡലം SUCI കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥി K. ബിമൽജി കുട്ടനാട് നിയോജകമണ്ഡലത്തിൽ 3ാം ഘട്ട പര്യടനം നടത്തി. കുത്തകകൾക്ക് വേണ്ടി രാജ്യം മുടിക്കുന്ന പാർട്ടിയാണ് BJP എന്ന് വിവിധ യോഗങ്ങളിൽ സ്ഥാനാർത്ഥി കുറ്റപ്പെടുത്തി. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി രാജ്യം മുടിക്കുന്ന BJPയെ പുറത്താക്കുക, ജനകീയ സമര രാഷ്ട്രീയത്തിന് ശക്തി പകരുക എന്ന മുദ്രാവാക്യം ഉയർത്തി 19 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 151 പാർലമെന്റ് മണ്ഡലങ്ങളിൽ SUCI കമ്മ്യൂണിസ്റ്റ് മത്സരിക്കുന്നുണ്ടെന്ന് മാവേലിക്കര മണ്ഡലം സ്ഥാനാർത്ഥി K. ബിമൽജി പറഞ്ഞു. കുത്തകൾക്ക് വേണ്ടി രാജ്യം മുടിക്കുന്ന BJP ഭരണത്തെ പുറത്താക്കുക, ജനകീയ സമര രാഷ്ട്രീയത്തിന് കരുത്തു പകരുക എന്ന വളരെ സുപ്രധാനമായ മുദ്രാവാക്യം ഉയർത്തിയാണ് നമ്മൾ രാജ്യവ്യാപകമായി ഈ ഇലക്ഷനിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷത്തെ കേന്ദ്ര BJP സർക്കാരിന്റെ ഭരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ജീവിത ദുരിതങ്ങൾ മാത്രമാണ് സമ്മാനിച്ചത്. വിലക്കയറ്റവും കർഷക ആത്മഹത്യകളും ഈ 45 വർഷത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്കടക്കം രാജ്യത്തെ ജനങ്ങളുടെ ജീവിതം അതീവ ഗുരുതരമായ സ്ഥിതിയിലാണ് കടന്നുപോകുന്നത്. പക്ഷേ ഇവിടുത്തെ കുത്തക മുതലാളിമാരുടെ ലാഭം, അംബാനിയുടെയും അദാനിയുടെയും ഒക്കെ ലാഭം വൻതോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 50,000 കോടി ആസ്തി ഉണ്ടായിരുന്ന അദാനിയുടെ ആസ്തി 11.5 ലക്ഷം കോടി രൂപയായി വർദ്ധിക്കുന്ന നിലയെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ തരത്തിൽ രാജ്യത്തെ മുഴുവൻ ഇവിടുത്തെ കുത്തക മുതലാളിമാർക്ക് തീരെഴുതി കൊടുത്തിരിക്കുന്ന BJP ഭരണത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭം ഉയർത്താൻ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രാദേശിക പാർട്ടികൾ, ഇടതുപക്ഷം എന്ന് പറയുന്ന പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ തയ്യാറാകാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് മുന്നോട്ട് പോകുന്നത്. കോളനികളിലും ഗ്രാമീണ മേഖലകളിലും വീടാന്തരം കയറി വോട്ട് ചോദിച്ചുകൊണ്ടാണ് കുട്ടനാട് നിയോജക മണ്ഡലത്തിൽ 3ാം ഘട്ട പര്യടനം ബിമൽജി പൂർത്തീകരിച്ചത്. സ്ഥാനാർത്ഥിയോടൊപ്പം നിയോജക മണ്ഡലം ഇലക്ഷൻ കമ്മിറ്റി കൺവീനർ PR സതീശൻ, ജോയിന്റ് കൺവീനർ ബിജു സേവ്യർ, പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം PK ശശി, നിർമ്മാണ തൊഴിലാളി യൂണിയൻ താലൂക്ക് സെക്രട്ടറി C. ബാബു, ഹെഡ്ലോഡ് വർക്കേഴ്സ് സെന്റർ താലൂക്ക് സെക്രട്ടറി ഗണേഷ് ബാബു എന്നിവരും പര്യടനത്തിൽ പങ്കെടുത്തു. പുളിങ്ങുന്ന പുത്തൻതോട് പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ച മുട്ട് ഭാഗികമായി പൊളിച്ചു മാറ്റുന്നതിന് നടപടിയാകുന്നു. ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. പാലം നിർമ്മാണം താമസിയാതെ പുനരാരംഭിക്കാനും സാധ്യത. പഞ്ചായത്ത് പാലം എന്നറിയപ്പെടുന്ന പുളിങ്കുന്നു പുത്തൻതോട് പാലം പണിയാൻ ആരംഭിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും നിർമ്മാണം ഇപ്പോഴും പാതി വഴിയിലാണ്. പാലം നിർമ്മാണത്തിനായി മുട്ട് ഇട്ടതുമൂലം നീരൊഴുക്ക് ഇല്ലാതായി തോട്ടിലെ ജലവും മലിനമായിരിക്കുന്നു. തോടാകെ പോള നിറഞ്ഞു കിടക്കുകയുമാണ്. നീരൊഴുക്ക് സുഗമമാകുന്നതിനും പോളശല്യം മാറിക്കിട്ടുന്നതിനും ഈ മുട്ടെങ്കിലും പൊളിച്ചു മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.
ഈ ആവശ്യം ഉന്നയിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം ഇവിടെ ജനകീയ സമരം നടത്തിയത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനായി ചൊവ്വാഴ്ച രാവിലെ 10:30 ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. മുട്ട് ഭാഗികമായി പൊളിച്ചു മാറ്റുന്നതിനുള്ള നടപടികൾ അടിയന്തരമായി ആരംഭിക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞതായി ഗ്രാമപഞ്ചായത്ത് അംഗം പുഷ്പ ബിജു അറിയിച്ചു. പുളങ്ങുന്ന് പഞ്ചായത്ത് 6-7 വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുത്തൻതോട് പാലം എന്ന് പറഞ്ഞ് ഇവിടുത്തെ ആളുകളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം കൂടിയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പാലം പണിയുന്നതിൻ്റെ ഒരു നടത്തിപ്പിന് വേണ്ടി ഇവിടെ ഉദ്യോഗസ്ഥർ മുട്ടിടുകയും ആ മുട്ടിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഏതാണ്ട് 2.5 വർഷക്കാലമായി പാലം പണി പാതി വഴിയിലായിപ്പോയി. ഈ മുട്ടിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 6 തോടും ബന്ധിച്ചാണ് മുട്ടിട്ടിരിക്കുന്നത്. അതുമൂലം ഇവിടുത്തെ പ്രദേശവാസികൾ ഒരുപാട് ദുരിതം അനുഭവിക്കുകയാണ്. അവരുടെ ദുരിതം മനസ്സിലാക്കുകയും അവരുടെ ആവശ്യാനുസരണമാണ് അവരുടെ പരാതികളുടെയും ബുദ്ധിമുട്ടുകളുടെയും ഗൗരവം മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം 19-ാം തീയതി ഒരു ധർണ നടത്തിയത്. ആ ധർണ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ ഈ സൈറ്റ് സന്ദർശിക്കുകയും ഈ മുട്ട് പകുതി ഭാഗം നീക്കം ചെയ്യാനും അതിന് തടസ്സമായി നിൽക്കുന്ന ഈ തെങ്ങിൻ കുറ്റികളടക്കം നീക്കം ചെയ്ത് നീരൊഴുക്ക് വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ഈ പാലത്തിൻ്റെ പണി പൂർത്തീകരിക്കാനുള്ള RE പാസ്സാക്കി അവരത് ഇന്നലെ വരെ ക്രമീകരിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ പാലം പണി തുടങ്ങുകയും ഈ നീരൊഴുക്ക് വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നാളെ തന്നെ തുടങ്ങുകയും ഇന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. പാലം നിർമ്മാണം പുനരാരംഭിക്കുന്നതിനുള്ള നടപടികൾക്ക് താമസിയാതെ തുടക്കമാകുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരായ ഷീജ, TD ശ്യാംലാൽ, രാജേന്ദ്രൻ എന്നിവരാണ് സ്ഥലം സന്ദർശിച്ചത്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ ലോറി മറിഞ്ഞ് വീണ്ടും അപകടം. ചൊവ്വാഴ്ച രാവിലെ 6 മണിയോടെ പൂവം ഭാഗത്തായിരുന്നു അപകടം. കഴിഞ്ഞ 1 മാസത്തിനിടെ 4ഓളം അപകടങ്ങളാണ് AC റോഡിൽ നടക്കുന്നത്. നീരേറ്റുപുറം ഭാഗത്തു നിന്നും ശുദ്ധജല ടാങ്കുമായി വന്ന ടെമ്പോ ലോറി നിയന്ത്രണം നഷ്ടമായി എതിർദിശയിലെ നടപ്പാതയിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. അപകടത്തെ തുടർന്ന് നടപ്പാതയിലെ കൈവരിയിൽ ഇടിച്ച് റോഡിന് കുറുകെ ലോറി മറിയുകയായിരുന്നു. പരിക്കേറ്റ ഡ്രൈവറെ ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലോറി മറിഞ്ഞപ്പോൾ വാഹനത്തിലുണ്ടായിരുന്ന വാട്ടർ ടാങ്ക് പൊട്ടി ശുദ്ധജലം മുഴുവൻ റോഡിലൂടെ ഒഴുകി. ക്രെയിൻ ഉപയോഗിച്ചാണ് ലോറി ഉയർത്തിയത്. കഴിഞ്ഞ ദിവസം AC റോഡിൽ പാറയ്ക്കൽ കലിങ്കിന് സമീപം ശുചിമുറി മാലിന്യവുമായി പോയ ലോറിയും കാറുമായി കൂട്ടിയിടിച്ചിരുന്നു. നിയന്ത്രണം നഷ്ടമായ ലോറി റോഡിന് കുറുകെ മറിഞ്ഞു. ആലപ്പുഴ ഭാഗത്തു നിന്നെത്തിയ ആംബുലൻസും ഈ അപകടത്തിൽപ്പെട്ടിരുന്നു. കടുത്ത വേനലിൽ ആശ്വാസം പകർന്ന ചങ്ങനാശ്ശേരി ഫൊറോന മാതൃപിതൃവേദി പറാലി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മാർക്കറ്റിൽ തണ്ണീർപന്തൽ ആരംഭിച്ചു. തണ്ണീർപന്തലിന്റെ ഉദ്ഘാടനം മാതൃപിതൃവേദി ഫൊറോന ഡയറക്ടർ ഫാദർ ഐബിൻ പകലോമറ്റം നിർവഹിച്ചു. ടോമി ജോസ് കാട്ടുപറമ്പിൽ, ഷൈല രാജു, ജിജി ആന്റണി, ജോസഫ് കുര്യൻ, യൂണിറ്റ് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ എന്നിവരാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഞങ്ങൾ ലോക ജലദിനത്തോടനുബന്ധിച്ച് ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്താണ് ഈ കുടിവെള്ളം ആൾക്കാർക്ക് കൊടുക്കാം എന്നൊരു തീരുമാനത്തിലെത്തിയത്. അപ്പോൾ നമ്മുടെ ഈ ചങ്ങനാശ്ശേരി മാർക്കറ്റിലാകുമ്പം ധാരാളം തൊഴിലാളികൾ ഉള്ള ഒരു സ്ഥലമാണ്. അവർ വെയിലത്ത് നിന്ന് ജോലി ചെയ്യുന്നവരാകുമ്പം ഇവിടെ ഒത്തിരി ആൾക്കാരുമുണ്ട്. അവർക്ക് ഈ വേനൽക്കാലത്ത് ഇച്ചിരി വെള്ളം കിട്ടാനായിട്ട് വാങ്ങി കുടിക്കണം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ പോലും തികയത്തില്ല. അപ്പോൾ ഇങ്ങനൊരു സേവനം ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളുടെ ചങ്ങനാശ്ശേരി ഫൊറോനയിൽ 16 ഇടവകകളുണ്ട്. ആ 16 യൂണിറ്റുകളുടെ സഹകരണത്തോടുകൂടിയാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ ദിവസം ഓരോ യൂണിറ്റിൽ നിന്നും മോരും വെള്ളം, നാരങ്ങ വെള്ളം, മാംഗോ ജ്യൂസ് ഇങ്ങനെ മാറി മാറി ഓരോ സാധനം കൊണ്ടുവരുന്നു. ഏകദേശം എത്ര വെള്ളം കൊണ്ടുവന്നാലും അത് പെട്ടെന്നാണ് തീർന്നു പോകുന്നത്. ആൾക്കാർക്ക് വലിയൊരു ആശ്വാസമായിട്ടാണ് ഇപ്പം ഇത് വന്നിരിക്കുന്നത്. ഇപ്പം ഇവിടെ ഒരാൾ തമാശനാണേലും പറയുന്നത് കേട്ടു, എല്ലാ ദിവസവും ജോലിക്ക് വരാതിരുന്ന ഞാൻ ഇപ്പം ആഴ്ച 2 ദിവസമേ ജോലിക്ക് വരുന്നുണ്ടായിരുന്നുള്ളൂ, ഇപ്പം എല്ലാ ദിവസവും ജോലിക്ക് വരും എന്ന് ആ പുള്ളി പറയുന്നത് കേട്ടു. അങ്ങനെ എല്ലാവർക്കും ഒരു ആശ്വാസത്തിൻ്റെ ഒരു പൊതുജനങ്ങളിലേക്ക് ഇറങ്ങി ഒരു കാര്യം ചെയ്യാം എന്ന് വിചാരിച്ച് അങ്ങനെയാണ് ചെയ്തത്. കടുത്ത വേനലിൽ യാത്രക്കാർക്കും തൊഴിലാളികൾക്കും സംഭാരവും കുടിവെള്ളവും നൽകിയാണ് ഇവർ മാതൃകയാകുന്നത്. ചങ്ങനാശ്ശേരി ഫൊറോനയിലെ 16 യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ തണ്ണീർപന്തൽ ഒരുക്കിയിട്ടുണ്ട്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന
സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6605 രൂപ, പവന് 52,840 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.